ബിജെപിക്ക് തലവേദനയായി പി.സി. ജോർജിന്റെ വെളിപ്പെടുത്തൽ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് ബിജെപി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി ബിജെപി ദേശീയ സമിതി അംഗം പി.സി. ജോർജിന്റെ ഗുരുതരമായ വെളിപ്പെടുത്തൽ. എ ക്ലാസ് മണ്ഡലങ്ങളിൽ കോടികളുടെ തട്ടിപ്പ് നടന്നെന്നും പൂഞ്ഞാറിലെ പ്രചാരണത്തിനായി 4.5 കോടിയോളം രൂപ ചെലവായെന്ന കള്ളക്കണക്കാണ് തനിക്ക് നൽകിയെന്നും ജോർജ് ആരോപിച്ചു. ബിജെപി ഭാരവാഹികളുടെ യോഗത്തിനിടെ പി.സി. ജോർജ് നടത്തിയ രൂക്ഷ വിമർശനങ്ങളുടെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടപ്രകാരം ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി 40 ലക്ഷം രൂപ വരെ മാത്രം ചെലവഴിക്കാകുന്ന സംസ്ഥാനത്താണ് പി.സി. ജോർജിന്റെ പ്രധാന വെളിപ്പെടുത്തൽ. ഓണാഘോഷങ്ങൾക്ക് നാടൊരുങ്ങുന്നതിനിടെ സംസ്ഥാനത്ത് ആവശ്യ സാധന വില കുതിച്ചുയരുന്നത് സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്നു. അരിയുടെയും പച്ചക്കറികളുടെയും വില വർദ്ധിച്ചതോടെ കുടുംബ ബജറ്റ് താളം തെറ്റുന്ന അവസ്ഥയിലാണ്. കാര്യക്ഷമമായ വിപണി ഇടപെടൽ ഉണ്ടാകാത്തതും ഹോർട്ടികോപ്പ് വഴി പച്ചക്കറി സംഭരണത്തിന് വീഴ്ചയുണ്ടായതുമാണ് വിലക്കയറ്റം രൂക്ഷമായതെന്ന് വ്യാപാരികളും ഉപഭോക്താക്കളും പറഞ്ഞു. പ്രമുഖ നടൻ ദേവൻ ബിജെപിയിൽ നിന്ന് രാജിവെച്ചു. നിലവിൽ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിൽ വെച്ചായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനവും പാർട്ടിയിലെ പ്രാഥമിക അംഗത്വവും രാജിവെക്കുന്നുവെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളിലേക്ക് താൻ ഇപ്പോൾ കടക്കുന്നില്ലെന്നും ദേവൻ പറഞ്ഞു. അത്തം പിറന്നതോടെ ഓണനാളുകൾക്ക് തുടക്കം. അത്തം മുതൽ ആരംഭിക്കുന്ന ആഘോഷങ്ങളുടെ 11ാം ദിവസമാണ് ഇക്കുറി തിരുവോണം. കർക്കടക മാസ അവസാനം അത്തം പിറക്കുന്നത് അപൂർവമാണ്. 17-നാണ് ചിങ്ങപ്പിറവി, 25-ന് ഉത്രാടവും 26-ന് തിരുവോണവുമാണ്. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറയിലെ അത്തം ഘോഷയാത്ര നടന്നു. ബംഗാളിൽ കോൺഗ്രസ് നേതാവും മകനും വെടിയേറ്റ് മരിച്ചു. ബംഗാൾ കോൺഗ്രസ് കമ്മിറ്റി അംഗവും നാദിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ അനിസൂർ റഹ്മാൻ, മകൻ അബു സുഫിയാൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ബേദുവാദഹരിയിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് കാറിൽ മടങ്ങവെയാണ് ഇരുവരെയും അജ്ഞാത സംഘം കൊലപ്പെടുത്തിയത്. അരുണാചൽ പ്രദേശിലെ അപ്പർ സുബൻസിരിയിൽ ഉരുൾപൊട്ടലിൽ 3 പേർ മരിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സൂചന. നാച്ചോ ഗ്രാമത്തിലെ റോഡ് നിർമ്മാണ സ്ഥലത്താണ് അപകടം നടന്നത്. ദിബാങ് വാലിയിൽ ഇന്നലെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ 5 സൈനികരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഫെഡറലിസം ശക്തിപ്പെടുത്താൻ ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവിയും സംസ്ഥാന പദവിയും പുനഃസ്ഥാപിക്കണമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. 2019 എടുത്തു കളഞ്ഞ പ്രത്യേക ഭരണഘടനാ പരിഷ്കരണങ്ങൾ തിരിച്ചു നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതായി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തിന്റെ ഫെഡറൽ ഘടന സംരക്ഷിക്കാനും ശക്തിപ്പെടുത്താനും ജമ്മു കശ്മീരിൽ നിന്ന് തന്നെ തുടക്കം കുറിക്കണമെന്ന നിലപാടിലാണ് ഒമർ അബ്ദുള്ള. പശ്ചിമ ബംഗാൾ നിയമസഭ മുൻ ഡെപ്യൂട്ടി സ്പീക്കറും മുതിർന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ ആശിഷ് ബാനർജിയെ രാംപുർഹട്ടിലെ പാർട്ടി ഓഫീസിൽ നിന്ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവസ്ഥലത്തു നിന്നും പോലീസ് ഒരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. തന്റെ മരണത്തിൽ ആർക്കും പങ്കില്ലെന്നും രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതാണ് ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ തെറ്റെന്നും കത്തിൽ കുറിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വാതന്ത്ര്യ ദിനാശംസകളുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇന്ത്യയും ഇസ്രായേലും നവീകരണത്തിന്റെയും മുന്നേറ്റത്തിന്റെയും പാതയിൽ ഒന്നിച്ച് മുന്നേറുകയാണെന്നും വരും ദിവസങ്ങളിൽ സൗഹൃദം കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്നും നെതന്യാഹു ആശംസിച്ചു. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും പ്രധാനമന്ത്രി മോദിക്കും ആശംസകൾ കൈമാറിയിരുന്നു. സ്പെയിനിലെ വടക്കേ ആഫ്രിക്കൻ മേഖലയായ സ്യൂട്ടയിലേക്ക് പലായനം ചെയ്യാൻ ശ്രമിച്ച 111 പേരെ മൊറോക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിർത്തിയുടെ ഇരുവശത്തും സുരക്ഷ കർശനമാക്കിയതിനിടെയാണ് വീണ്ടും ഒരു കൂട്ടം കുടിയേറ്റക്കാർ അതിർത്തി കടക്കാൻ ശ്രമിച്ചത്. 72,000-ലധികം കുടിയേറ്റക്കാരാണ് 2 ആഴ്ച മുമ്പ് സ്യൂട്ടയിലേക്ക് കടന്നത്. ലോകമെമ്പാടുമുള്ള തീവ്ര വലതുപക്ഷ പാർട്ടികൾക്കിടയിലും കുടിയേറ്റ വിരുദ്ധ ചർച്ചകൾക്കും ഇത് കാരണമായിട്ടുണ്ട്. ജനേകം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, യൂട്യൂബ്, വാട്സ്ആപ്പ് ചാനലുകൾ സന്ദർശിക്കുക.